Good morning students. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ചത് സം കോമൺ ടാഗ്സ് HTML ഉപയോഗിക്കുന്ന കോമൺ ആയി ഉപയോഗിക്കുന്ന ചില ടാഗുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗിനെ കുറിച്ചാണ്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ HTML ഡോക്യുമെൻറ്റിലെ ടെക്സ്റ്റുകളെ എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം, അതായത് എങ്ങനെ ബോൾഡ് ചെയ്യാം, ഇറ്റാലിക്സ്, അണ്ടർലൈൻ, അതുപോലെ ബിഗ്, സ്മാൾ, സ്ട്രോക്ക് പോലുള്ള ചില ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അതുപോലെ മറ്റൊരു ടാഗിനെ കുറിച്ചും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ടാഗ് പ്രീ എന്ന് പറയുന്ന ടാഗിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഡിസ്പ്ലേയിങ് പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ്, അതിനാണ് ടാഗ് പ്രീ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കുക. ഈ ടാഗിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുന്നു. അതുപോലെ അഡ്രസ് എന്ന് പറയുന്ന ഒരു ടാഗിനെ കുറിച്ച് പരിചയപ്പെടുന്നുണ്ട്. ടാഗ് അഡ്രസ്, ഡിസ്പ്ലേ ദി അഡ്രസ്സുകളെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗം കൂടിയാണ് അല്ലേ. അപ്പോൾ ഈ 3 ടാഗുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകളെ കുറിച്ച് പഠിക്കുന്നു, പ്രീ ടാഗ്, അഡ്രസ് ടാഗ്. ഈ 3 ടാഗുകളെ കുറിച്ച് അതിൻ്റെ ആട്രിബ്യൂട്ട്സുകളും വിശദമായി നമ്മൾ പ്രാക്ടിക്കലിലൂടെ പരിചയപ്പെടാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകളാണ്. അത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന HTML ഉപയോഗിക്കുന്ന ടാഗാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്. ഈ ടാഗുകൾ നമ്മൾ വിശദമായി ഈ 3 ടാഗുകളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടും. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗിനെ കുറിച്ച് പഠിക്കാം അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടാഗാണ്. HTML ഉപയോഗിക്കുന്ന കുറച്ച് ടാഗുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് അല്ലേ. ഇത് പലതരത്തിലുള്ള ടെക്സ്റ്റ്, ഒരു ടെക്സ്റ്റിനെ എങ്ങനെ മാറ്റം വരുത്താം, അതും എങ്ങനെ ബോൾഡ് ചെയ്യാം, ഇറ്റാലിക്സ് ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം, എങ്ങനെ അതിനെ ബിഗ്ഗസ്റ്റ്, സ്മാളസ്റ്റ്, സ്ട്രോങ്, സ്ട്രൈക്ക്, അതുപോലെ സബ്സ്ക്രിപ്റ്റ്, സൂപ്പർസ്ക്രിപ്റ്റ് പോലുള്ള എങ്ങനെ ഒരു ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യാം എന്താണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷനിൽ പോവാം, പ്രോഗ്രാമില് ജീനെ എന്ത് ചെയ്തു, പിന്നെ പ്രോഗ്രാംസ് നമ്മൾ പേസ്റ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഇതിൽ പ്രോഗ്രാംസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പേസ്റ്റ് ചെയ്യാം. ഈ ടാഗുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. HTML, ഹെഡ്, ടൈറ്റിൽ, അതിൽ ബോഡി, പാരഗ്രാഫ്, സെന്റർ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇതില് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗിലെ ഒന്നാമത്തെ ടാഗാണ് ടാഗ് ബി എന്ന് പറയുന്ന ടാഗ് അല്ലെ. ബി ടാഗ് ഉപയോഗിക്കുന്നത് മേക്കിംഗ് ടെക്സ്റ്റ് ബോൾഡ്. കണ്ടോ, ഇതാണ് ടാഗ് ബി. ഇതെന്തിനാ ഉപയോഗിക്കുന്നത്, ഈ ടെക്സ്റ്റിനെ ബോൾഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ബോൾഡ് ചെയ്യണം. അപ്പൊ ഇത് കണ്ടെയ്നർ ടാഗാണ്. അതായത് ഓപ്പൺ ടാഗ് ഉണ്ട്, ക്ലോസിംഗ് ടാഗ് ഉണ്ട്. അപ്പൊ കണ്ടെയ്നർ ടാഗാണ്. അപ്പൊ ഈ ടെക്സ്റ്റിനെ ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബി ടാഗ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്താണ് ബി ടാഗ്, ഇതിന്റെ റിസൾട്ട് നമുക്ക് പരിശോധിക്കാം. അപ്പൊ നമ്മൾ ഫയൽ പോകുന്നു, സേവ് ചെയ്യാം. ഫയലില് ഒരു സേവ് ആസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫയൽ നെയിം കൊടുക്കാം. ഫയൽ നെയിം ഫോർമാറ്റ് എന്നൊരു ഫയൽ നെയിം കൊടുക്കാം. എന്ത് പേര് കൊടുക്കാം നിങ്ങൾക്ക്. നമ്മൾ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു നെയിമാണ് കൊടുക്കുന്നത്. അതിനോട് കൂടെ .html എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഉപയോഗിക്കാം. അതിന്റെ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു, സേവ് അല്ലെ. ഇതിന്റെ റിസൾട്ട് നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ഫോർമാറ്റ്, ഇത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്ത് തന്നാൽ ഈ ബോൾഡ് എന്ന് പറയുന്ന ടാഗിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയും. നമുക്കല്ലേ നോക്കാം. ഇപ്പൊ ഇവിടെ കണ്ടോ, നമ്മളെ പ്രോഗ്രാംസ് ഒന്നുകൂടെ ചെയ്യാം. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ബി ടാഗ് മഹാത്മാഗാന്ധി കണ്ടോ, ടാഗ് ബി മഹാത്മാഗാന്ധി /b. അപ്പൊ ഈ ടെക്സ്റ്റ് ബോൾഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് കണ്ടോ, ഇതൊന്ന് ഒരു നിറമൊക്കെ കൂടിയിട്ട് ഒരു ബോൾഡ് രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. മഹാത്മാഗാന്ധി. ഈ മഹാത്മാഗാന്ധി എന്ന് കഴിഞ്ഞതിന് ശേഷം ഇവിടെ /b ഇട്ടതുകൊണ്ട്
ഇത്രയും ഭാഗങ്ങളാണ്. ഇനി ഇവിടെയാണ് സ്ലാഷ് ചെയ്യുന്നതെങ്കിൽ ഇതും കൂടെ എന്ത് ചെയ്യും, ബോൾഡായി വരും. എവിടെയാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് അത്രയും ഭാഗം ബോൾഡായി വരും. അങ്ങനെ ടെക്സ്റ്റുകളെ ബോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് ടാഗ് ബി. ഇനി മറ്റൊന്നാണ് ടാഗ് ഐ, അതായത് ഇറ്റാലിസൈസിങ് ചെയ്യാൻ, ഇറ്റാലിസം ചെയ്യാറുണ്ടല്ലോ, ചെരിച്ച് എഴുതാന്നൊക്കെ നമുക്ക് പറയുമല്ലോ. ഇറ്റാലിസൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് ടാഗ് ഐ എന്ന് പറയുന്നത്, ചെരിച്ച് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടോ. അതുപോലെ ഇപ്പൊ ഈ ഫാദർ ഓഫ് ദി അവർ നാഷൻ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഐ കൊണ്ട് തുടങ്ങി സ്ലാഷ് ഐ കൊണ്ട് നമ്മൾ അവസാനിപ്പിച്ചു അല്ലെ. അപ്പൊ ഈ ഫാദർ ഓഫ് ദി നാഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്കൊന്ന് ചെറിയൊരു ചെരിയിൽ കാണാം കേട്ടോ, ഒന്ന് ചെരിഞ്ഞിട്ടാണ് കാണുന്നത് അല്ലെ, ഫാദർ ഓഫ് ദി നാഷൻ അല്ലെ. അങ്ങനെ ചെരിച്ച് ടാഗ് ഐ ഉപയോഗിക്കുന്നത്. മറ്റൊരു ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗാണ് ടാഗ് യു. ഇതിന് ഉപയോഗിക്കുന്നത് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അണ്ടർലൈൻ എന്നതിന്റെ യു അല്ലെ, ഫാദർ ഓഫ് ദി അവർ നാഷൻ, ഇവിടെ നമ്മൾ സ്ലാഷ് യു ഇതിനെ അണ്ടർലൈൻ ചെയ്തു. അപ്പൊ ഇതിന്റെ റിസൾട്ട് എങ്ങനെ കാണാം നോക്കൂ, ഇവിടെ കണ്ടോ, ഫാദർ ഓഫ് ദി നാഷൻ എന്നുള്ളതിന് ഇതിന്റെ അടിവര വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് ടാഗ് യു. ഇനി മറ്റൊരു ടാഗാണ് ടാഗ് എസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, പി ടാഗ്, അതിന് ബി ആർ പുതിയൊരു ലൈന് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഇനി മറ്റൊന്നാണ് എസ് ടാഗ്, സ്ട്രൈക്ക് എന്ന് പറയും. സ്ട്രൈക്ക്, അപ്പൊ നമുക്കൊരു എന്ത് വേണം, ഒരു സെന്റൻസിന് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രൈക്ക് ചെയ്യാം. അതായത് സ്ട്രൈക്ക് ഒരു വെട്ട്, ഒരു തെറ്റൊക്കെ വന്നാല് അല്ലെ, ഒരു തെറ്റൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി, തെറ്റൊക്കെ വരുമ്പോ അടിയിൽ നമ്മൾ കണ്ടുണ്ടാവും, നമ്മളൊരു സെന്ററിലൂടെ ഒരു ലൈനൊക്കെ സ്ട്രൈക്ക് ചെയ്യാം അല്ലെ. ഇപ്പൊ നമുക്ക് ഇതിനൊരു ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം, പരീക്ഷ നോക്കാം. ഇപ്പൊ ഇവിടെ ഒരു ടെസ്റ്റ് കൊടുക്കാണ്, താങ്ക് യു ഓൾ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് കൊടുക്കാണ്. അപ്പൊ ഇതിന് ടെസ്റ്റ് കൊടുത്തു. ഇത് നമുക്ക് എന്ത് വേണം, എന്ത് വേണം, ഒരു സ്ട്രൈക്ക് ഇടണം. അപ്പൊ അതിന് സ്ട്രൈക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് എസ് ഉപയോഗിക്കാം. അതുപോലെ സ്ട്രൈക്ക് എന്ന് പറയുന്ന വേർഡും ഉപയോഗിക്കാം. സ്ട്രൈക്ക് നമ്മുടെ എസ് എന്നാണ് ഉപയോഗിച്ചത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ എന്തെങ്കിലും ക്ലോസിംഗ് ടാഗായ എന്തുവരും, സ്ലാഷ് സ്ട്രൈക്ക് വരും. ടെസ്റ്റ് കണ്ടോ, സ്ട്രൈക്ക്, താങ്ക് യു ഓൾ. ഇതാകുമ്പോൾ നമുക്ക് സേവ് ചെയ്ത് റീലോഡ് ചെയ്താൽ അതിന്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. കണ്ടോ, ഞാൻ ഇവിടെ എന്ത് ചെയ്തു, താങ്ക് യു ഓൾ എന്നതിന്റെ സെൻട്രൽ ലൈൻ കണ്ടോ, ഇതാണ് സ്ട്രൈക്ക്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എസ് ടാഗ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രൈക്ക് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാം. സ്ട്രൈക്ക് എന്ന് പറയുന്ന സ്ട്രൈക്ക് സ്ലാഷ് സ്ട്രൈക്ക്. സ്ട്രൈക്ക്. ഇങ്ങനെ ഈ സ്ട്രൈക്ക് ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ എസ് ടാഗ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാം. എന്തായാലും നമുക്ക് റിസൾട്ട് എന്താ വരിക, എന്തിന് സെൻട്രൽ ഒരു ലൈൻ സ്ട്രൈക്ക് അല്ലെ, ഒരു സെൻട്രൽ ലൈന് വരാൻ, ഒരു വേർഡിന്റെയോ അല്ലെങ്കിൽ ഒരു സെന്റൻസിന്റെയൊക്കെ സെൻട്രൽ ലൈന് വരാം അല്ലെ. അപ്പൊ ഇത് കണ്ടെയ്നർ ടാഗ് ആണ്, ഓപ്പൺ ടാഗ് ഉണ്ട്, ക്ലോസിംഗ് ടാഗ് ഉണ്ട്, സ്ട്രൈക്ക്. ഓക്കെ, ഇനി മറ്റൊരു ടാഗാണ് ടാഗ് ബിഗ് ടാഗ്. അതായത് നോർമൽ സൈസിനേക്കാൾ ടെക്സ്റ്റിനെ ഒരു സൈസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സൈസ് കൂട്ടാൻ, നോർമൽ നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ ചില സെന്റൻസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് അട്രാക്റ്റീവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അതിനൊരു ഒരു സെന്റൻസ് ഒരു കുറച്ച് ഒരു ഫോണ്ട് ഒരു സൈസൊക്കെ ബിഗ് ആയി നമുക്ക് കാണേണ്ടി വരും അല്ലെ, ഒന്നുകൂടെ സൈസ് വലുതായിട്ട് നമുക്ക് കാണേണ്ടി വരും. അതിന് ഉപയോഗിക്കുന്നതാണ് ബിഗ് ടാഗ് ഉപയോഗിക്കുന്നത്. ഇവിടെ കണ്ടോ ഇവിടെ പ്രോഗ്രാമില് ബിഗ് ഫോർഗീവ്നെസ് ഇസ് ആട്രിബ്യൂട്ട് ഓഫ് ദി സ്ട്രോങ്. അവിടെ അത് നമുക്ക് നോക്കാം. എവിടെയാണ് കണ്ടോ, ഇതപ്പോൾ നോർമൽ സൈസ് ഇതാണ്. അതിനേക്കാൾ ഒന്നും കൂടെ ഒരു ഫോണ്ട് വലുതായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ആ ടെക്സ്റ്റിനെ കാണാൻ കഴിയും. നോർമൽ സൈസ് ഈ നോർമൽ സൈസ് ആണ്, ഇതാണ് നോർമൽ സൈസ്. അതിനേക്കാൾ വലുതായിട്ട് നമുക്ക് കാണാൻ കഴിയും.
മനസ്സിലായോ? അപ്പൊ ഒരു ഫോണ്ട് 2 ഫോണ്ടൊക്കെ എന്താണ് നമുക്ക് ഒന്ന് ടെക്സ്റ്റുകളെ ബിഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കണ്ടിട്ട് ബിഗർ ആക്കാൻ, നോർമൽ സൈസിനേക്കാൾ ബിഗർ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് ടാഗ് ബിഗ്. ഇനി അതിനെ സ്മോൾ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാഗാണ് ടാഗ് സ്മോൾ എന്ന് പറയുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വീക്ക് ക്യാൻ നെവർ ഫോർഗീവ് അല്ലെ. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം നോർമൽ സൈസിനേക്കാൾ ഒരു സൈസ് എന്താണ് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വീക്കോ ഇങ്ങനെ ഫോണിനെ കുറക്കാനും കൂട്ടാനും വേണ്ടി ഉപയോഗിക്കുന്ന 2 ടാഗുകളാണ് ടാഗ് സ്മോളും ടാഗ് ഇത് കണ്ടെയ്നർ ടാഗാണ്. ഇതിന് ക്ലോസിംഗ് ടാഗ് ഉണ്ട്, അതുപോലെ ബിഗിനിങ്ങും ഓപ്പണിംഗ് ടാഗ് ക്ലോസിംഗ് ടാഗ്. മനസ്സിലായോ? അപ്പൊ ഒരു ടാഗാണ് ഫോണ്ടുകളെ അല്ലെങ്കിൽ സെന്റൻസുകളെ അല്ലെങ്കിൽ സെന്റൻസിന്റെ ഫോണ്ടുകളെ സൈസിനെ കുറക്കാനും കൂട്ടാനും വേണ്ടി ഉപയോഗിക്കുന്ന ടാഗ്. ഇനി മറ്റൊന്നാണ് സ്ട്രോങ് എന്ന് പറയുന്നത്. സ്ട്രോങ് ടാഗ് നമ്മൾ ബോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബി ടാഗിന് അതുപോലെ ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് സ്ട്രോങ്. ബോൾഡ് തന്നെയാണ്, ഒന്നുകൂടെ ബോൾഡ് ആയിട്ട് അതെന്ത് ചെയ്യും നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണം നോക്കാം, ഇവിടെ നമ്മൾ ബോൾഡ് ചെയ്തിട്ടുള്ള സെന്റൻസ് ലേൺ ആസ് ഇഫ് യു വെർ ടു ലിവ് ഫോർ അവർ അല്ലേ. അത് നമുക്ക് ഇവിടെ കണ്ടോ ഒന്ന് ബോൾഡ് ഇട്ട് കണ്ടോ, അത് ബി ടാഗ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തിരുന്നു അല്ലെ. അതുപോലെ ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ സ്ട്രോങ് എന്ന് പറയുന്ന ടാഗും ഉപയോഗിക്കുന്നത്. രണ്ടും സെയിം ടാഗുകളാണ്. ഓക്കെ. ഇനി മറ്റൊരു ഫോർമാറ്റിംഗ് ടാഗാണ് എംഫസൈസ് ദി ടെക്സ്റ്റ്. എംഫസൈസ് ദി ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ടാഗ് അല്ലെ. അപ്പൊ നമുക്ക് ഇഎം ടാഗ് എന്ന് പറയും. ഇഎം എന്ന് പറഞ്ഞാൽ എംഫസൈസിങ് ദി ടെക്സ്റ്റ്. എംഫസൈസ് ദി ടെക്സ്റ്റ്. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ചെയ്യുന്നത്. ഉദാഹരണം വേണമെങ്കിൽ ഇവിടെ ഹെഡ് എവിടെ കണ്ടോ, ഇത് നമ്മൾ നേരെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതിന്റെ റിസൾട്ട് നമുക്ക് എന്താ കിട്ടുന്നത് അല്ലേ. ഇത് നമ്മള് ഇവിടെ കൂടുന്ന നമ്മൾ ആ ലൈന് ഇവിടെ കണ്ടോ HTML ഹെഡ് ടൈറ്റിൽ നമ്മൾ പഠിച്ചു. ഹെഡ് ബോഡി ഇമേജുകൾ ഇതിന്റെ ആട്രിബ്യൂട്ടുകൾ എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ EM ടാഗിനെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത് അല്ലെ. EM ടാഗ് is used to emphasize text. emphasize text എന്നാൽ ടെക്സ്റ്റിനെ ഒന്നുകൂടെ എന്താണ് എംഫസൈസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാല് ഇറ്റാലിക്സ് ചെയ്യാം. എംഫസൈസ് എന്നാൽ ഒന്നുകൂടെ എന്ത് ചെയ്യാ, നിലവിലുള്ള സെന്റൻസിനെ അപേക്ഷിച്ച് എന്ത് ചെയ്യുന്നു, ഒന്ന് ഇറ്റാലിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇറ്റാലിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാണ്ടോ. എംഫസൈസ് ദി ടാഗ്. ടാഗിനെ എന്ത് ചെയ്യാം, ഒരു എംഫസൈസ് ടെക്സ്റ്റിനെ എംഫസൈസ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, EM ടാഗ് ഉപയോഗിക്കുന്നത്. EM ടാഗിനെ എംഫസൈസ് ചെയ്യാം. ഓക്കെ. മറ്റൊരു ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗാണ് സബ്സ്ക്രിപ്റ്റ് ആൻഡ് സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സബ്സ്ക്രിപ്റ്റ് ആൻഡ് സൂപ്പർസ്ക്രിപ്റ്റ് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സബ്സ്ക്രിപ്റ്റ് ആൻഡ് സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് കേട്ടോ. സബ്സ്ക്രിപ്റ്റ് ആൻഡ് സൂപ്പർസ്ക്രിപ്റ്റ് ഈ ടാഗിനെ കുറിച്ച് പഠിക്കാം. ഇപ്പൊ നമുക്ക് എന്ത് വേണം, ഇപ്പൊ നമ്മൾ H2O എന്നൊക്കെ നമ്മൾ കണ്ടിട്ടല്ലേ. H2O നമ്മുടെ ടെസ്റ്റ് നമ്മളെ വെബ് പേജിൽ നമുക്ക് H2O എന്ന് എഴുതണം. H2O എന്ന് എഴുതുമ്പോൾ H കഴിഞ്ഞിട്ട് അതിന് എന്തുണ്ടാവും, അടിയിലൊരു നമ്പർ 2 അടിയിലാണ് എഴുതുന്നത് അല്ലെ, Hന്റെ താഴെ. പിന്നെ O അല്ലെങ്കിൽ നമ്മള് X² എന്ന് എഴുതാണ്. അപ്പൊ Xന്റെ മുകളിലാണ് നമ്മൾ എഴുതുന്നത് അല്ലെ. ഇങ്ങനെ അത് നമ്മൾ 9th അല്ലെങ്കിൽ 6th എന്നൊക്കെ പോകുമ്പോൾ TH എന്നുള്ള മുകളിലാണ് എഴുതുന്നത്. ഇവിടെ നമുക്ക് ഒരു സൂപ്പർസ്ക്രിപ്റ്റ് ടാഗ് പരിചയപ്പെടാം. ഇപ്പോ every year we celebrate World Environment Day on the 5th June കേട്ടോ. 5th June. അപ്പൊ 5th മുകളിലായിട്ട് ജൂൺ കാണാം. ഇതിന്റെ റിസൾട്ട് ഒന്ന് നോക്കിയാൽ എങ്ങനെ നോക്കാം. റിസൾട്ട് നമ്മൾ റീലോഡ് ചെയ്യാം. ഇവിടെ ഉണ്ടോ ജൂൺ 5th. ഈ TH എന്നുള്ള എന്തായി വന്നിട്ടുണ്ട്, TH എന്നുള്ളത് ഇവിടെ മുകളിലാണ് വന്നിട്ടുള്ളത് അല്ലെ. ഈ 5 മുകളിലാണ് TH വന്നിട്ടുള്ളത്. ഇതിനെന്താ പറയാ, സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയാം. സൂപ്പർ സ്ക്രിപ്റ്റ് അതിന്റെ
ഫസ്റ്റ് 3 അക്ഷരം SUP, ടാഗ് SUP. അതായത് എന്ത് വേണം, കണ്ടന്റിന് നമ്മൾ ആ സൂപ്പർ സ്ക്രിപ്റ്റ് ആയി നൽകാൻ വേണ്ടിയിട്ടാണ് SUP ടാഗ് ഉപയോഗിക്കുന്നത്. അപ്പൊ TH എന്നുള്ളത് എന്ത് ചെയ്തു, ഈ 5 കഴിഞ്ഞിട്ട് TH എന്നുള്ള മുകളിൽ വരാൻ വേണ്ടിയിട്ട് SUP പിന്നെ TH ആണ് വരേണ്ട, കണ്ടന്റ് കൊടുത്തു /SUP. മനസ്സിലായോ? ഇനി സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. സബ്സ്ക്രിപ്റ്റ് ഇപ്പോ സബ്സ്ക്രിപ്റ്റിന്റെ എക്സാമ്പിളോട് നോക്കൂ. ഇവിടെ സൂപ്പർ നമ്മൾ സബ് ആക്കണം, സബ് SUB. സബ്സ്ക്രിപ്റ്റിന് നമ്മൾ SUB എന്ന് പറയുന്ന ടാഗാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഇവിടെ ഒരു H2 ഇതിന് സ്ലാഷ് ചെയ്യണം, /സബ്. ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ, അത് കണ്ടന്റ് നമ്മൾ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. H2 ഇത് നമ്മൾ സേവ് ചെയ്തിട്ട് നോക്കാം. സേവില് കണ്ടോ, ഇപ്പൊ ജൂൺ H2 ഇവിടെ കണ്ട, ഇവിടെ H2 Hന് ശേഷം എന്ത് ചെയ്തു, ഈ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് വന്നത് അല്ലെ. നേരത്തെ എന്തായിരുന്നു, 5th എന്ന് പറയുമ്പോൾ TH എന്നുള്ളത് സൂപ്പർ സ്ക്രിപ്റ്റ് ആയി വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് SUB ടാഗും സൂപ്പർ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് SUP ടാഗും ഉപയോഗിക്കും. സബ്സ്ക്രിപ്റ്റ് ആൻഡ് സൂപ്പർ സ്ക്രിപ്റ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ടാഗാണ്, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗാണ് SUB ആൻഡ് SUP. SUP എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ നമുക്കൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഇതുപോലെയാണ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ടത്. അപ്പോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രൂപത്തിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെബ് പേജിൽ നമുക്ക് ഇത്രയാണ് കാണേണ്ടത്. ഇതുപോലെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, HTML ടാഗ് ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് നോക്കാം അല്ലെ. HTML ടാഗ് ഉപയോഗിച്ച് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം HTML ഒക്കെ എഴുതിയിട്ട് അതിന് വേണ്ട കോഡുകൾ നമ്മൾ കൊടുക്കാം. ഓക്കെ, നമുക്ക് ആദ്യം വരേണ്ടത് A+B ഹോൾ സ്ക്വയർ എന്നാണ്. ഇവിടെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വേണം, അവിടെ നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് ഉപയോഗിക്കണം അല്ലെ. 2 /=A എന്നിട്ട് SUP A² എന്താണ് A+B ഹോൾ സ്ക്വയർ = A² പ്ലസ് 2AB പ്ലസ്, ഇതാണ് നമുക്ക് കിട്ടുന്നത് 2AB പ്ലസ് B². ഇതാണ് നമ്മുടെ ഫോർമാറ്റ് അല്ലെ. ഉണ്ടോ, A+B ഹോൾ സ്ക്വയർ = A² പ്ലസ് 2AB പ്ലസ് B². അത് നമ്മൾ ചെയ്യാൻ എന്ത് വേണം, ഇവിടെ എന്തുണ്ട്, ഇത് സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്, ഇതും സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്, ഇതും സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് അല്ലെ. ഇത് 3 സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, HTML കോഡ് എഴുതുമ്പോൾ ആദ്യം എന്ത് ചെയ്യാം, ബ്രാക്കറ്റില് A+B എന്നിട്ട് ഇവിടെ എന്താ പറയുന്നത്, സൂപ്പർ സ്ക്രിപ്റ്റ് അല്ലെ, അതിന് വേണ്ടിയിട്ട് SUP ടാഗ് ഇവിടെ ഉപയോഗിച്ചു 2 എന്നിട്ട് സ്ലാഷ്, അത് കഴിഞ്ഞിട്ട് /SUP = A അടുത്തതാ വരുന്നത് അല്ലെ. പിന്നെ ഇവിടെ സൂപ്പർ സ്ക്രിപ്റ്റ് ഉപയോഗിച്ചു A² എന്നുള്ളതിന്റെ സൂപ്പർ സ്ക്രിപ്റ്റ് A സൂപ്പർ സ്ക്രിപ്റ്റ് 2 സൂപ്പർ സ്ക്രിപ്റ്റ് പ്ലസ് 2AB പ്ലസ് B, അതിലൊന്നും പ്രശ്നമില്ല. പിന്നെ ഇവിടെ വരുന്നത് സൂപ്പർ സ്ക്രിപ്റ്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ടിന്റെ മുന്നിൽ SUP അതുപോലെ SUP. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ H2O നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, H2O നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, അത് സബ്സ്ക്രിപ്റ്റ് ഉപയോഗിച്ചാണ്. ഇതൊക്കെ സാധാരണ ഇത് വരുന്ന എക്സാമിൽ വരുന്ന ഒരു ഭാഗമാണ് ഇങ്ങനെ എഴുതുന്നത് അല്ലെ. ഏത് ഫോർമാറ്റ് കിട്ടിയാലും നമ്മൾ സബും സൂപ്പറും ഉപയോഗിക്കാൻ കഴിയണം. അപ്പോൾ സബ്സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടും സൂപ്പർ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന 2 ടാഗുകളാണ് ടാഗ് SUB ആൻഡ് SUP. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്, എല്ലാവരും പഠിച്ചു. ഇനി മറ്റൊരു ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗാണ് ബ്ലാക്ക് കോട്ട് അല്ലെങ്കിൽ Q ടാഗ് എന്ന് പറയുന്നത്. Q ടാഗ് അതായത് നമുക്ക് എന്ത് വേണം, നമ്മുടെ ടെക്സ്റ്റില് കൊട്ടേഷൻ മാർക്ക് കൊടുക്കേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ എന്ത് വേണ്ടി വരും, കൊട്ടേഷൻ മാർക്കുകളെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. ഉദാഹരണം പറയുകയാണെങ്കിൽ
ഇപ്പൊ നമ്മൾ എന്തെങ്കിലും എൻവയോൺമെന്റ് ഡേ ഒക്കെ വരുമ്പോൾ നമുക്ക് ഡബിൾ കൊട്ടേഷൻ മാർക്കിൽ നമുക്ക് കോട്ടിങ്സിലെ കോട്ട് ചെയ്യാൻ കഴിയും അല്ലെ. ഇങ്ങനെ കൊട്ടേഷൻ മാർക്കുകളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാഗാണ്, അല്ലെങ്കിൽ ടാഗ് ക്യൂ എന്ന് പറയുന്നത്. ക്യൂ, ടാഗ് ക്യൂ. ഒരു ഉദാഹരണം നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ കൊട്ടേഷൻ മാർക്ക് ബ്ലാക്ക് കോട്ട് കണ്ടോ, ഇവിടെ തുടങ്ങി. കണ്ടെയ്നർ ടാഗാണ്, ഓപ്പണിംഗ് ടാഗിന്റെ ഇവിടെ തുടങ്ങി. അപ്പൊ ഇവിടെ ജൂൺ 5th ഈസ് എ വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്ന് പറയുന്നത് നമുക്ക് കൊട്ടേഷൻ മാർക്കിൽ കാണാൻ കഴിയും. നമ്മൾ റിസൾട്ട് ഒന്ന് വ്യൂ ചെയ്താൽ നമുക്ക് കാണാം. സേവ് ചെയ്യണം, ഫയലിൽ പോയിട്ട് സേവ് ചെയ്യുന്നു. നമ്മൾ റീലോഡ് ചെയ്താൽ നമുക്ക് കാണാം. കണ്ടോ കൊട്ടേഷൻ മാർക്ക് കണ്ടോ, ബ്ലാക്ക് കോട്ടിൽ കണ്ടോ, ഒരു ഒന്നും കൂടെ എന്താണ് ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി രൂപത്തിൽ നമ്മളിവിടെ കൊടുത്തു അല്ലേ. കൊട്ടേഷൻ കാണാൻ നമുക്ക് ഒരു എന്താ പറയാ, ഇവിടെ ഇങ്ങനെ ഫില്ലപ്പ് ഇങ്ങനെ ഡോട്ടുകളൊക്കെ ലാസ്റ്റ് ഉണ്ടാവും അല്ലെ. ഇതാണ് ബ്ലാക്ക് കോട്ടിന് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സിംഗിൾ ഇങ്ങനെ ഇൻപുട്ട് കോമ്പിലൊക്കെ വരണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ടാഗാണ് ടാഗ് ക്യൂ. ടാഗ് ക്യൂ, കീപ് യുവർ വേർഡ് ക്ലീൻ, ഗ്രീൻ, സേവ് ട്രീ, സേവ് ദി എൻവയോൺമെന്റ്. ഇതുണ്ടോ പ്രത്യേക ഒരു കൊട്ടേഷൻ മാർക്കാണ്, ഡബിൾ കൊട്ടേഷൻ മാർക്കിൽ വന്നാൽ അല്ലെ. ഇങ്ങനെ കൊട്ടേഷൻ മാർക്ക് നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാഗാണ് ടാഗ് ക്യൂ. ക്യൂ എന്ന് പറയുന്നത് ടാഗ് ക്യൂ. അപ്പൊ നോക്കൂ, ക്യൂ, കീപ് യുവർ വേർഡ് ക്ലീൻ ആൻഡ് ഗ്രീൻ. ഇതിന്റെ റിസൾട്ട് നോക്ക്, ഇവിടെ കണ്ടോ ഒരു ഡബിൾ ഇൻവെർട്ട് കോമിയില് ഇങ്ങനെ ഒരു കൊട്ടേഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ കോട്ട് ചെയ്യാൻ, ടെക്സ്റ്റുകളെ കോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗാണ് ടാഗ് ക്യൂ. അപ്പൊ ഇത്രയും ടാഗുകളാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്. ഏതൊക്കെ നമ്മൾ പറഞ്ഞത്? ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ടാഗ് ബി, ടാഗ് ഐ, ടാഗ് യു, ടാഗ് എസ്, ടാഗ് ബിഗ്, ടാഗ് സ്മോള്, ടാഗ് സ്ട്രോങ്, അതുപോലെ ടാഗ് എം, ടാഗ് SUB, ടാഗ് SUP, ടാഗ് ബ്ലോക്ക് കോട്ട്, അതുപോലെ ടാഗ് ക്യൂ. ഇതൊക്കെ എന്താണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകളാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ടെക്സ്റ്റ് എഡിറ്ററി ചെയ്യുന്നത് പോലെ നമ്മുടെ വെബ് പേജിലും നമുക്ക് കണ്ടന്റുകളെ കാണാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു പുതിയൊരു ലൈന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ബ്രേക്ക് ടാഗ് ഉപയോഗിക്കണം, എന്നാലും പുതിയൊരു ലൈനിലേക്ക് കണ്ടന്റ് വരുള്ളൂ. ബോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബി ഉപയോഗിക്കണം. അതുപോലെ സ്പേസുകൾക്ക് വേണ്ടിയിട്ട് അതിന് സ്പെഷ്യൽ ക്യാരക്ടേഴ്സുകളൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ സ്പെഷ്യൽ സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് എഡിറ്ററിൽ എന്താണ് സ്പേസ് നമ്മൾ ചെയ്ത് നമ്മൾ വ്യൂ ചെയ്യുന്ന സമയത്ത് വെബ് പേജിൽ നമുക്ക് സ്പേസ് കാണാൻ കഴിയില്ല അല്ലേ. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് എഡിറ്ററിൽ നമ്മൾ ചെയ്യുന്നത് പോലെ എന്താണ്, ഇപ്പൊ നമ്മൾ ജീൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, ആ ചെയ്യുന്നത് പോലെ നമുക്ക് ഇവിടെ കാണാം. കണ്ടന്റുകളൊക്കെ നമ്മുടെ വെബ് പേജിൽ കാണാം. കണ്ടന്റുകളെ നമ്മൾ ടെക്സ്റ്റ് എഡിറ്ററിൽ കാണുന്നത് പോലെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടാഗാണെന്ത്? ടാഗ് പ്രീ ടാഗ് അഥവാ ഡിസ്പ്ലേയിങ് ഫോർമാറ്റഡ് ടെക്സ്റ്റ്. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമ്മൾ ആപ്ലിക്കേഷനിൽ പ്രോഗ്രാമിൽ ജീനി നമ്മൾ സെലക്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ പ്രോഗ്രാം നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ കണ്ടോ, ഇപ്പൊ നമ്മളെ ടൈറ്റിൽ HTML ബോഡി ടൈറ്റിൽ BG കളർ ഉണ്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രീ ടാഗ് ഉപയോഗിച്ചു. ഇപ്പൊ ഡോണ്ട് പൊല്യൂഷൻ വാട്ടർ, ഡോണ്ട് എന്താണ് പൊല്യൂട്ട് എയർ, ഇവിടെ കണ്ടോ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടാഗ് പ്രീ. ഇനി ഇതിന്റെ ഒരു കണ്ടന്റ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫയലിൽ പോയിട്ട് നമ്മൾ സേവ് ചെയ്യാം. നമ്മൾ വ്യൂ ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, നമ്മൾ ഈ കണ്ടന്റ് നൽകിയത് പോലെയാണ് നമുക്ക് അല്ലെ, ഇതുപോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെ. പുതിയൊരു ലൈനിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ഇതിന് നമുക്ക് പുതിയൊരു ലൈനിലേക്ക് വരണമെങ്കിൽ ഇപ്പൊ ഇതൊരു ഈ പ്രീ ടാഗ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഉദാഹരണം നോക്കാം. നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടെന്ന് ഇനി
റീലോഡ് ചെയ്യുക, സേവ് ചെയ്യുക. അതിനോട് ഫയൽ പോവുക, നമ്മൾ സേവ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. കേട്ടോ, ഇതുപോലെയല്ല വന്നത്. ശരിക്കും ഇങ്ങനെയാണ് വരേണ്ടത്. നമുക്ക് ടെക്സ്റ്റ് എഡിറ്ററിൽ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുള്ളത് ഇതുപോലെ താഴോട്ട് തന്നെയാണ് അല്ലേ. പക്ഷെ ഇവിടെ പ്രീ ടാഗ് ഉപയോഗിച്ചിട്ടില്ല. നിങ്ങളോട് പ്രീ ടാഗ് ഉപയോഗിക്കുകയാണെങ്കിലോ എന്തായിരിക്കും, ഇതിന് ശേഷം നമ്മൾ എഴുതിയ ഇതുപോലെ ആയിരിക്കും നമുക്ക് നമ്മുടെ വെബ് ബ്രൗസറിൽ കാണാൻ കഴിയുന്നത്. കണ്ടോ, ഇനി ചെറിയ മാറ്റങ്ങൾ വരുത്താം. ഇവിടെ നമുക്കൊരു സ്പേസുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇനി നോക്കാം. നമുക്ക് ഇവിടെ നമ്മൾ മാറ്റം വരുത്തി. അപ്പോൾ ഇതിന് ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യും, വെബ് ബ്രൗസറിലോ കാണാൻ കഴിയും. കേട്ടോ, അപ്പോൾ അവിടെ മാറ്റം വരുത്തിയതൊക്കെ നമുക്ക് കാണാൻ കഴിയും അല്ലേ. ഇനി പുതിയ ലൈനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ടെക്സ്റ്റ് നമ്മൾ എഴുതി താങ്ക് യു എന്ന് പറയുന്ന ടെക്സ്റ്റ് നമ്മൾ വെറുതെ നമ്മൾ ആഡ് ചെയ്ത് നോക്കി. ഇനി നമുക്ക് ആ ടെക്സ്റ്റിന് എന്ത് ചെയ്യും, പുതിയ ലൈനിൽ കാണാൻ കഴിയും. ഇവിടെ ശരിക്കും BR ടാഗ് ഉപയോഗിച്ചാലാണ് നമുക്ക് ഇതുപോലെ കാണാൻ കഴിയുന്നത്. പക്ഷെ എന്താണ്, നമ്മൾ BR ടാഗ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ പുതിയൊരു ലൈനിൽ കണ്ടന്റ് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ ഈ ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്ന ഈ GE ടെക്സ്റ്റ് എഡിറ്റർ ആണ്. ഇതുപോലെ ഇതിൽ വരുന്ന കണ്ടന്റുകളെ അതുപോലെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീ ടാഗ് ഉപയോഗിക്കുന്നത്. നമ്മൾ പ്രീ എവിടെയാണോ ഉപയോഗിക്കുന്നത് അതിൽ എവിടെയാണ് ക്ലോസ് ചെയ്യുന്നത് ഇത്രയും കണ്ടന്റുകൾ അതുപോലെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അതിനാൽ ഡിസ്പ്ലേയിങ് പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ്, ഇതാണ് പ്രീ ടാഗ്. മറ്റൊരു ടാഗാണ് അഡ്രസ് ടാഗ്. അഡ്രസ് ടാഗ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ്സുകളൊക്കെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാഗ്. അപ്പൊ അഡ്രസ് എഴുതുമ്പോൾ നമുക്കറിയാം എന്ത് വേണം, അതൊരു ലൈനിലായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മൾ സ്കൂള്, നമ്മുടെ എഡ്യൂക്കേഷണൽ റിസർച്ച്, SCRന്റെ ഒക്കെ ഒരു അഡ്രസ്സാണ് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് കഴിഞ്ഞ് അടുത്തടുത്ത BR ഉപയോഗിക്കേണ്ടി വരും അല്ലെ. പക്ഷെ അഡ്രസ്സിന്റെ സ്റ്റൈൽ ഉണ്ടാവും, അതിന്റെ ആയിരിക്കും ഒരു പ്രത്യേക ഇറ്റാലിക്സ്, പ്രത്യേക ഫോണ്ടിലൊക്കെ വരുന്നത് അല്ലെ. ഇങ്ങനെ അഡ്രസ്സുകളൊക്കെ വേണ്ടിയിട്ട് അഡ്രസ്സുകളെ ഉൾപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് ടാഗ് അഡ്രസ് എന്ന് പറയുന്നത്. നമുക്ക് അതിനൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു അഡ്രസ് ടാഗിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ ബോഡി ടാഗ് പ്രീ ടാഗിന് ശേഷം നമ്മൾ അഡ്രസ് ടാഗ് പേസ്റ്റ് ചെയ്യുന്നു. ഫയലിൽ സേവ് എന്നിട്ട് ഇതിലൂടെ കണ്ടോ, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ കണ്ടോ, ഒരു അഡ്രസ് രൂപത്തിലാണ് വന്നത് അല്ലെ. ഒരു പ്രത്യേക പിൻകോഡും കാര്യങ്ങളും ഇങ്ങനെ അഡ്രസ്സുകളെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് ടാഗ് അഡ്രസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. അപ്പൊ എല്ലാവരും ഈ 3 ടാഗുകളെ കുറിച്ച് പഠിക്കണം. 3 ടാഗുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ, അത് നിരവധി ടാഗുകൾ അതിൽ വരുന്നുണ്ട്. മറ്റൊന്ന് ടാഗ് പ്രീ ടാഗ്, മറ്റൊന്ന് അഡ്രസ് ടാഗ്. ഓക്കെ, എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുക, പഠിക്കുക, നമ്മൾ പ്രാക്ടിക്കലായി ചെയ്ത് നോക്കാം. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ.